എല്ലാവർക്കും നമസ്കാരം. ഓവനും ബീറ്ററും ഹാൻഡ് മിക്സും ഒന്നുമില്ലാതെ മിക്സിയിൽ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കുന്ന ഒരു മാർബിൾ കേക്കിൻ്റെ റെസിപ്പിയുമായാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. ഞാനിത് സോസ് പാനിലാണ് തയ്യാറാക്കുന്നത്. അതിനായി നമുക്ക് മൈദമാവ്, പഞ്ചസാര, മുട്ട, വാനില എസൻസ്, ബേക്കിംഗ് പൗഡർ, കൊക്കോ പൗഡർ ഇതെല്ലാം ആവശ്യമാണ്. ഇനി നമുക്കിത് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു മിക്സി ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 3 മുട്ട ഉടച്ചൊഴിക്കുകയാണ്. അതിനുശേഷം ഇതിലേക്ക് ഞാൻ ഒരു 1/4 കപ്പ് പഞ്ചസാര ആഡ് ചെയ്യണം. പൊടിക്കാത്ത പഞ്ചസാരയാണ് ഞാനിതിലേക്ക് ആഡ് ചെയ്യണത്. പൊടിച്ച പഞ്ചസാര യൂസ് ചെയ്യണവർക്ക് അങ്ങനെയും ചെയ്യാം. ഞാനിപ്പോൾ ഇത് പൊടിച്ചിട്ടില്ല, പൊടിക്കാണ്ടാണ് ഞാൻ പഞ്ചസാര ഇട്ടിരിക്കുന്നത്. പൊടിച്ചതാണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ അതൊരു പൊടിച്ച പഞ്ചസാര 100 ഗ്രാം എടുത്താൽ മതി. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ച് പതപ്പിക്കാം. ഒരേ സ്പീഡിൽ അടിക്കാതെ നിർത്തി വേണം ഇത് അടിച്ചെടുക്കാൻ. ഇതിപ്പോൾ അങ്ങനെ അടിച്ച് പതപ്പിച്ചിട്ടുണ്ട്. നമുക്ക് ഇനി ഇതൊരു പാത്രത്തിലേക്ക് ഒഴിക്കാം. ഇനി നമുക്കിതിലേക്ക് മൈദമാവാണ് ആഡ് ചെയ്യേണ്ടത്. അത് നന്നായിട്ട് അരിച്ച് വേണം നമ്മൾ ആഡ് ചെയ്യാനായിട്ട്. അതായത് 1-2 വട്ടം നമ്മൾ നന്നായിട്ട് അരിച്ചതിന് ശേഷം മാത്രമേ മൈദമാവ് ഇതിലേക്ക് ആഡ് ചെയ്യാൻ പാടുള്ളൂ. ഞാനൊരു 1/4 കപ്പ് മൈദമാവാണ് ഇതിനായിട്ട് എടുത്തിരിക്കുന്നത്. ഇത് മുന്നേ ഒരു പ്രാവശ്യം ഞാൻ അരിച്ചിട്ടുണ്ട്. ഇപ്പോൾ വീണ്ടും ഞാൻ ഒരു പ്രാവശ്യം കൂടെ നന്നായിട്ട് അരിക്കുകയാണ്. മധുരത്തിൻ്റെ ലെവല് കറക്റ്റ് ആക്കാനായിട്ട് ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 1/4 സ്പൂണ് ഉപ്പ് ആഡ് ചെയ്തു. ഇത് നമ്മൾ മൈദമാവൊക്കെ അരിച്ച് മിക്സ് ചെയ്തതിന് ശേഷം 2 പോർഷനായിട്ട് തിരിക്കും. എന്നിട്ടാണ് ഇത് മാർബിൾ കേക്ക് ഉണ്ടാക്കുന്നത്. അതായത് ഒന്ന് ചോക്ലേറ്റ് കേക്കും ഒന്ന് വാനില കേക്കും. ആ 2 കേക്കുകളാണ് നമ്മൾ അതിൻ്റെ മിക്സാണ് തയ്യാറാക്കുന്നത്. എന്നിട്ട് നമ്മൾ ഒരു പാത്രത്തിൽ 2 മാറി ഒഴിച്ചാണ് ഇത് തയ്യാറാക്കുന്നത്. അങ്ങനെ ഇത് അരിച്ച് കറക്റ്റായിട്ടുണ്ട്. ഞാനിതിലേക്ക് ഇനി ഒരു 1/2 ടീസ്പൂണ് വാനില എസൻസ് ആഡ് ചെയ്യാണ്. ഇതിലേക്ക് ബേക്കിംഗ് സോഡ ആഡ് ചെയ്യേണ്ടതുണ്ട്. അതിനായിട്ട് ഞാനിതിലേക്ക് വിനാഗിരി, അതായത് സ്വർക്ക പോലെ വിനാഗിരി 1 ടീസ്പൂൺ എടുത്ത് ഒഴിച്ചതിന് ശേഷം അതിലേക്ക് 1/2 ടീസ്പൂണ് ബേക്കിംഗ് സോഡ ഇട്ട് നന്നായി പതപ്പിച്ച് ഇതിലേക്ക് മിക്സ് ചെയ്ത് ഒഴിക്കുകയാണ്. ബേക്കിംഗ് സോഡ വേണ്ടാത്തവർക്ക് ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മൾ മൈദമാവ് അരിച്ചല്ലോ, അതിലേക്ക് നമുക്ക് ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്യാവുന്നതാണ്. ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിൻ്റെ വീഡിയോയിലും അതുപോലെ തന്നെ റെഡ് ഫോറസ്റ്റ് കേക്കിൻ്റെ വീഡിയോയിലും ഇതൊക്കെ ഞാൻ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇനി നമുക്ക് ഇത് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒരുപാട് മിക്സ് ചെയ്യാൻ പാടില്ല, മെല്ലെ ആയിട്ട് വേണം നമ്മൾ മിക്സ് ചെയ്ത് ആക്കാനായിട്ട്. മൈദമാവ് ഒരുപാട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ കേക്ക് കട്ടയാവും. അതുകൊണ്ട് നമുക്ക് മെല്ലെ മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്ത് കറക്റ്റായിട്ടുണ്ട്. ഇനി നമുക്കിത് 2 പോർഷനായിട്ട് തിരിക്കേണ്ടതുണ്ട്. അതിനായി നമുക്ക് ഇതിൻ്റെ പകുതി ഭാഗം മറ്റൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു വയ്ക്കാം. ഇപ്പോൾ നമ്മളിത് 2 പാത്രത്തിലേക്കായിട്ട് ആക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലെ ഒരു പാത്രത്തിൽ ചോക്ലേറ്റ് കേക്കിൻ്റെ ബാറ്ററാണ് തയ്യാറാക്കേണ്ടത്. ചോക്ലേറ്റ് കേക്കിൻ്റെ ബാറ്റർ തയ്യാറാക്കുമ്പോൾ നമുക്ക് അതിലേക്ക് കൊക്കോ പൗഡർ ആഡ് ചെയ്യേണ്ടതുണ്ട്. അതിനായിട്ട് നമുക്ക് ഒരു അരിപ്പ് വെച്ച് അരിച്ച് കൊക്കോ പൗഡർ ആഡ് ചെയ്യാം. ഞാൻ 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറാണ് ഇതിലേക്ക് ആഡ് ചെയ്യണത്. ഇനി ഇത് ഈ കൊക്കോ പൗഡർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് ചോക്ലേറ്റിൻ്റെ കളറൊക്കെ വരും. പക്ഷേ വെന്ത് കഴിയുമ്പോൾ നമുക്ക് അതിന് സ്വല്പം കളർ കുറയും. അപ്പോൾ ആ കളർ നിലനിൽക്കാൻ വേണ്ടിയിട്ട് ഞാനിതിലേക്ക് ഇപ്പോൾ ഒരു ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ സ്വല്പം ആഡ് ചെയ്യുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ്, യാതൊരു നിർബന്ധമില്ല. കളറ്, അതായത് ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഇത് ചേർക്കുന്നത്. ഇത് നിങ്ങൾക്കൊരു വെന്ത് വരുമ്പോൾ നിങ്ങൾക്കൊരു തെറ്റിദ്ധാരണ ഇല്ലാതിരിക്കാനായിട്ടാണ് ഞാനിപ്പോൾ ഇത് പറയണത്. ഞാനിപ്പോൾ ഇതിലേക്ക് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറും ആഡ് ചെയ്തിട്ടാണ് അരിച്ച് ചേർക്കണത്. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ 2 പാത്രത്തിലായിട്ട് 2 ബാറ്ററാണല്ലോ തയ്യാറാക്കുന്നത്. അതിലത്തെ ഒരു ബാറ്ററിന് സ്വല്പം കട്ടി കൂടുതൽ വേണം. അതായത് നമ്മൾ സോസ് പാനിൽ ഒഴിക്കുന്ന സമയത്ത്
ആദ്യം നമ്മൾ ഒഴിക്കുന്ന ബാറ്ററിനേക്കാളും സ്വല്പം കട്ടി കൂടുതൽ വേണം രണ്ടാമത് ഒഴിക്കണ ബാറ്റർ. എങ്കിൽ മാത്രമാണ് അത് പെട്ടെന്ന് തന്നെ സ്പ്രെഡ് ചെയ്യാതെ നമുക്ക് കറക്റ്റായിട്ട് വെന്ത് വരുമ്പോൾ ആ ഉള്ളിൽ ആ ഡിസൈൻ നമുക്ക് കിട്ടുള്ളൂ. അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യമൊക്കെ പരീക്ഷിച്ച സമയത്ത് എനിക്കത് കറക്റ്റായിട്ട് കിട്ടിയില്ല. പിന്നീടാണ് എനിക്ക് മനസ്സിലായത് 2 ബാറ്ററും ഒരേ തിക്നെസ് പാടില്ല. ഒരു ബാറ്റർ സ്വല്പം കട്ടി കൂടുതലും ഒരു ബാറ്റർ സ്വല്പം കട്ടി കുറവും വേണമെന്ന്. അതുകൊണ്ടാണ് ഞാൻ ഒരു ബാറ്ററിലേക്ക് ആഡ് ചെയ്ത് 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും 1 സ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറും ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് രണ്ടും കൂടെ ആഡ് ചെയ്ത സമയത്ത് നമുക്ക് ഒത്തിരിയും കൂടെ ഇതിന് കട്ടി കിട്ടും. നിങ്ങൾക്ക് ഇത് തയ്യാറാക്കണ സമയത്ത് ബുദ്ധിമുട്ടൊന്നും വരരുതെന്ന് കരുതിയാണ് ഞാൻ ഇത്രയും വിശദമായിട്ട് പറയണത്. ഇത് അറിയണവർ ദയവായിട്ട് എന്നോട് ക്ഷമിക്കണം. ഇനി നമുക്ക് ഒരു ഇരുമ്പ് തട്ടോ അല്ലെങ്കിൽ അലുമിനിയം തട്ട് അല്ലെങ്കിൽ പത്തിരിച്ചട്ടി, ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഏതാണെന്ന് വെച്ചാൽ വെക്കാം. അത് വെച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കണം. അതായത് ഫുൾ ഫ്ലെയിമിലാണ് നമ്മൾ ഇപ്പോൾ ഇടേണ്ടത്. ഇനി നമുക്ക് ഈ കേക്കിൻ്റെ ബാറ്റർ ഒഴിക്കാനുള്ള സോസ് പാൻ എടുത്തിട്ട് അതിലേക്ക് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ ബട്ടറോ ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ബട്ടറാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യണത്. അതിനുശേഷം നമുക്ക് ഇത് ചൂടുള്ള തട്ടിലേക്ക് വെച്ച് കൊടുക്കാം. ഈ സമയം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യണം. ഇപ്പോൾ ഇരുമ്പ് നല്ല ചൂടായിട്ടിരിക്കുന്നുണ്ടാവും. ആ ചൂട് മതി നമുക്ക്. ഇനിയിപ്പോൾ കത്തിക്കേണ്ട ആവശ്യമില്ല. മറ്റുള്ള കേക്കുകൾ തയ്യാറാക്കുന്ന സമയത്ത് നമ്മൾ ബാറ്റർ ഈ പാത്രത്തിലേക്ക് ഒഴിച്ചതിന് ശേഷമാണ് നമ്മൾ ഗ്യാസുമേക്ക് വെച്ചിരുന്നത്. പക്ഷേ ഇതിനങ്ങനെയല്ല ചെയ്യേണ്ടത്. ചെറിയൊരു ചൂടിൽ വേണം നമ്മൾ ഇതിൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാനായിട്ട്. അങ്ങനെ നമുക്കിനി ഓരോ ബാറ്ററായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ആദ്യം ഒരു ബാറ്റർ ഒഴിച്ചതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് ചോക്ലേറ്റിൻ്റെ ബാറ്റർ ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ രണ്ടാമത്തെ ചോക്ലേറ്റിൻ്റെ ബാറ്ററിന് കട്ടി സ്വല്പം കൂടുതലുള്ളതുകൊണ്ട് പെട്ടെന്ന് തന്നെ സ്പ്രെഡ് ആവില്ല. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ആ കറക്റ്റ് ഡിസൈൻ നമുക്ക് കിട്ടാനായിട്ട് സാധിക്കും. ഒഴിച്ച് കറക്റ്റായി. ഞാനൊരു ചെറിയൊരു ഡിസൈൻ ഇതിലേക്ക് കോല് വെച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയ പ്രകാരം എങ്ങനെ വേണമെങ്കിൽ ഇതിലേക്ക് ഡിസൈൻ ചെയ്യാം. ഇനി എയർ ബബിൾസ് വരാതിരിക്കാനായിട്ട് നന്നായിട്ടൊന്ന് തട്ടി കൊടുക്കാം. അതിനുശേഷം കറക്റ്റായിട്ട് അടയ്ക്കണത് കറക്റ്റ് ആവണം. അതിനുശേഷം ഒരു വെയിറ്റ് അതിൻ്റെ മേലേക്ക് വെക്കാം. ഒരു 20-25 മിനിറ്റൊക്കെ എടുക്കും ഇത് കറക്റ്റ് വേവാനായിട്ട്. ഇപ്പോൾ ഒരു 25 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാനിതൊന്ന് തുറന്ന് നോക്കുകയാണ്. അങ്ങനെ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ 2 കേക്കുകൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്യാം. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മാർബിൾ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ട്രൈ ചെയ്യണം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ
സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ അഭിപ്രായങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ മെയിൽ ഐ ഡിയിലേക്ക് മെയിൽ ചെയ്താലും മതി. നന്ദി, നമസ്കാരം.